പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 2 ദിവസം കഴിയുമ്പോൾ കേരളത്തിൽ അതിനിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് അതിനിർണായകം അല്ലെങ്കിൽ വളരെ വലിയ പ്രാധാന്യമുള്ളത് എന്ന് ഞാൻ പറയുന്നത് 10 വർഷങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ ഒരു ഗവൺമെൻറ് ഇവിടെ അധികാരത്തിലിരുന്നതിന് ശേഷം നടക്കാൻ പോകുന്നൊരു തെരഞ്ഞെടുപ്പാണ് എന്നുള്ളത് മാത്രമല്ല, കേരളം കണ്ട ഏറ്റവും വലിയ ഏകാധിപതി, ഏകഛത്രാധിപതി, ജനവിരുദ്ധൻ ആയിട്ടുള്ള ഒരു നേതാവ് ശ്രീ പിണറായി വിജയൻ, ആ നേതാവ് ഇനി കേരളത്തിൻ്റെ ഭരണരംഗത്തുണ്ടാവില്ല എന്ന് തീരുമാനിക്കപ്പെടേണ്ട ഒരു തെരഞ്ഞെടുപ്പാണ് ഏപ്രിൽ 9 തീയതി നടക്കാൻ പോകുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയനെ പുറത്താക്കുന്നതിന് വേണ്ടി ജനങ്ങൾ ഏതാണ്ട് പൂർണ്ണമായി തന്നെ തയ്യാറായിരിക്കുകയാണ്. ഞാൻ പറയുന്നത് രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ ജനങ്ങൾ തയ്യാറായിരിക്കുകയാണെന്നുള്ള ഒരു നിരീക്ഷണമാണ് എനിക്ക് നടത്താറ്. UDF-ന്, അതായത് CPM-ൻ്റെ അണികൾ പോലും വ്യാപകമായി UDF-ന് വേണ്ടി പുറമേ ആയിട്ടല്ലാതെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. CPM-കാരിൽ ഒരു ഭാഗം UDF-ന് വേണ്ടി പ്രവർത്തിക്കുന്നു, വേറൊരു ഭാഗം നിർജീവമായിരിക്കും. അങ്ങനത്തെ ഒരു വലിയ ഒരു പ്രത്യേകതയുള്ളൊരു തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. UDF-കാർക്ക് വേണ്ടി LDF-കാർ പ്രവർത്തിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ്, പിണറായി വിജയനിൽ നിന്ന് വിമോചിക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള ഒരു തെരഞ്ഞെടുപ്പ്, അത് നടക്കാൻ പോവുകയാണ്. സുഹൃത്തുക്കളെ, ആ തെരഞ്ഞെടുപ്പിൽ എത്രയും പെട്ടെന്ന് തന്നെ ഞാനിപ്പം പ്രതീക്ഷിക്കുന്നത് എന്ന് പറയുന്നത്, എൻ്റെ നിരീക്ഷണം എന്ന് പറയുന്നത്, 100 സീറ്റിൽ മുകളിലേക്ക് UDF പോയാൽ അത്ഭുതമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത്തവണ മത്സരിച്ച സ്ഥാനാർത്ഥികളെല്ലാം ഭാഗ്യവാന്മാർ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ അതിൽ തന്നെ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുമ്പോൾ ആദ്യം തോൽക്കേണ്ട കുറേ ആളുകളുടെ വിശദാംശങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിലൂടെ, ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിൽ 11 മണിയോടുകൂടി 400,000 വോട്ടിനെങ്കിലും തോൽക്കുന്ന ഒരാൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു സ്ഥാനാർത്ഥിയുടെ പേര് പറഞ്ഞിരുന്നു. ആ സ്ഥാനാർത്ഥിയുടെ പേര് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊരു 2 ഡസനിലധികം LDF-ൻ്റെ സ്ഥാനാർത്ഥികൾ ആദ്യം തന്നെ തോൽക്കേണ്ടവരുണ്ട്. അവസാനം തോറ്റാൽ പോരാ, അവരാദ്യം തന്നെ തോൽക്കണം. അവരുടെ പേര് വിവരം എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ആദ്യം ശ്രമിക്കാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മൾ വടക്കുന്ന് ആരംഭിക്കാം എന്ന് വിചാരിക്കും. സുഹൃത്തുക്കൾ, നമ്മൾ വടക്കുന്ന് ആരംഭിക്കുമ്പോൾ പയ്യന്നൂരിൽ CPM-ൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന TI മധുസൂദനൻ, അദ്ദേഹം വലിയ ഭൂരിപക്ഷത്തിൽ തോൽക്കണം എന്നുള്ളതാണ് എൻ്റെ നിരീക്ഷണം. ആദ്യം തോൽക്കുന്നതിൽ ഒരാൾ TI മധുസൂദനായിരിക്കണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് മാത്രമല്ല, ഇപ്പോൾ പാർട്ടി ഓഫീസ് തട്ടിപ്പ്, ഇതൊക്കെയായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള ആരോപണങ്ങളല്ല, തെളിവുകളാണ് മധുസൂദനെതിരെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അത് വന്നപ്പോൾ അതെല്ലാം ആരോപണമാണെന്ന് തള്ളിക്കളഞ്ഞിരുന്നു CPM. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഈ TI മധുസൂദൻ്റെ ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞെട്ടിക്കുന്ന രേഖകൾ, തെളിവുകൾ, കത്തുകൾ, ബാങ്ക് ഡോക്യുമെൻറ്റ്സ്, കണക്കുകൾ, ഇതെല്ലാം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് പുറത്തു കൊണ്ടിരുന്നത് അവിടെ ജനകീയ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി UDF-ൻ്റെ പിന്തുണയോടുകൂടി മത്സരിക്കുന്ന V കുഞ്ഞികൃഷ്ണനാണ്. അതുകൊണ്ട് കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂരിൽ മധുസൂദനൻ തോൽക്കുന്ന വാർത്തയാണ് നമുക്ക് ഉച്ചയ്ക്ക് മുമ്പ് ആദ്യം കേൾക്കേണ്ടത് എന്നാണ് എനിക്ക് ആദ്യമായി സൂചിപ്പിക്കാനുള്ളത്. രണ്ടാമത്തത്, പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ PK ശ്യാമള, തളിപ്പറമ്പിൽ നിന്ന് മത്സരിക്കുന്ന അവർ തോറ്റു എന്നുള്ള വാർത്തയാണ് നമുക്ക് അടുത്ത് കേൾക്കേണ്ടത്. പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ എന്നുള്ള ഒരൊറ്റ ന്യായീകരണം കൊണ്ട് മാത്രം CPM-ൻ്റെ ഉറച്ച കോട്ടയായിട്ടുള്ള തളിപ്പറമ്പിൽ അവരെ നിർത്തി മത്സരിപ്പിച്ചിരിക്കുകയാണ്. അവിടെയും ജനകീയ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി UDF-ൻ്റെ പിന്തുണയോടുകൂടി CPM-ൽ നിന്ന് പുറത്തേക്ക് വന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ TK ഗോവിന്ദൻ മത്സരിക്കുന്നു. അദ്ദേഹം അവിടെ ജയിക്കണം. ആ വാർത്തയാണ് രണ്ടാമത് നമുക്ക് കണ്ണൂർ ജില്ലയിൽ നിന്ന് ലഭിക്കേണ്ടത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. PK ശ്യാമളയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിമർശനങ്ങൾ, ആരോപണങ്ങൾ, അതിനെക്കുറിച്ചിട്ടൊന്നും ഞാൻ കൂടുതൽ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യുന്നില്ല. അതുകൊണ്ട് അവർ തോറ്റു എന്നുള്ള വാർത്തകൾ. മൂന്നാമത് നമുക്ക് കേൾക്കേണ്ടത് തലശ്ശേരിയിൽ നിന്നുള്ള വാർത്തയാണ്.
തലശ്ശേരിയിൽ ഒരു കൊലക്കേസ് പ്രതി ആണ് അവിടെ മത്സരിക്കുന്നത്. ഫസൽ വധക്കേസിൽ പ്രതിയായി ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കുറ്റപത്രം സമർപ്പിക്കപ്പെട്ട ഫസൽ വധക്കേസിലെ പ്രതിയായിട്ടുള്ള കാരായി രാജൻ തലശ്ശേരി മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുകയാണ്. അയാൾ തോറ്റു എന്നുള്ള വിവരം നമുക്ക് ലഭിക്കണം. അതാണ് മൂന്നാമതായി ഞാൻ. ഒരുപക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുപോലൊരു കൊലക്കേസ് പ്രതി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ടോ എന്നുള്ള സംശയം എനിക്കുണ്ട്. എന്തായാലും കാരായി രാജൻ. അപ്പം കണ്ണൂർ ജില്ലയിൽ നിന്ന് 3 പേർ തോൽക്കണം, അവർ ആദ്യം തോറ്റു എന്നുള്ള വാർത്ത നമുക്ക് കിട്ടണം. അതാണ് എനിക്ക് സൂചിപ്പിക്കുക. ഇനി കോഴിക്കോടേക്ക് വന്നാൽ കോഴിക്കോട് നിന്ന് തോറ്റു എന്ന വാർത്ത നമുക്ക് ലഭിക്കേണ്ടത് പിണറായി വിജയൻ്റെ മരുമകൻ മുഹമ്മദ് റിയാസാണ്. മുഹമ്മദ് റിയാസ് CPMൻ്റെ ഉറച്ച കോട്ടയായിട്ടുള്ള ബേപ്പൂരിൽ പരാജയപ്പെട്ടു എന്നുള്ള വാർത്ത നമുക്ക് ലഭിക്കണം എന്നാണ് എൻ്റെ നിരീക്ഷണം. അപ്പോൾ കണ്ണൂരിൽ നിന്ന് 3 പേര്, കോഴിക്കോട് നിന്ന് ഒരാൾ. ഇനി മലപ്പുറത്തേക്ക് വന്നാലോ? മലപ്പുറത്ത് 2 പേർ തോൽക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിലൊന്ന് KT ജലീലാണ്. അയാളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരോപണങ്ങൾ നമുക്കറിയാമല്ലോ. ബന്ധു നിയമനം ഉൾപ്പെടെ അത് മുതൽ സ്വർണ്ണക്കള്ളക്കടത്ത്, പിന്നെ ഖുർആൻ കള്ളക്കടത്ത്, ഇതൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പിടി ആരോപണങ്ങൾ അയാൾക്കെതിരെ ഉയർന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് അയാൾ തോൽക്കണം എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട നിരീക്ഷണം. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട നിരീക്ഷണം എനിക്ക് തോന്നുന്നത് തവന്നൂരിൽ നിന്നാണ് KT ജലീൽ മത്സരിക്കുന്നത്. അവിടെ അയാൾ തോൽക്കണം എന്നുള്ളതാണ് എൻ്റെ നിരീക്ഷണം. അടുത്തത് MK സക്കീർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ്. അയാൾ CPMൻ്റെ മലപ്പുറത്തെ ഏറ്റവും ഉറച്ച കോട്ടയിൽ നിന്നാണ് മത്സരിക്കുന്നത്. പക്ഷേ അയാൾ ഏറ്റവും കുറവ് ജനപിന്തുണയുള്ള, CPMനകത്ത് തന്നെ ഏറ്റവും കുറവ് ജനപിന്തുണയുള്ള ഒരു സ്ഥാനാർത്ഥിയാണ്. അയാൾ ഒരു കാരണവശാലും അവിടെ നിർത്താൻ പാടില്ലാത്ത ആളായിരുന്നു. MK സക്കീർ ആദ്യം PSC ചെയർമാനായി. അവിടുന്ന് അയാൾ രാജിവെച്ചപ്പോൾ അയാൾ എന്തോ ഒരു വഖഫ് ബോർഡിൻ്റെ ചെയർമാനാക്കി. അവിടുന്ന് ഇപ്പോൾ രാജിവെപ്പിച്ചിട്ടാണ് അയാളെ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കൊണ്ടുവരുന്നത്. അവിടെ CPMൻ്റെ ഉന്നതരായിട്ടുള്ള നേതാക്കന്മാർ മത്സരിച്ചിട്ടുള്ള മണ്ഡലമാണ് പൊന്നാനി. ആ പൊന്നാനിയിൽ നിന്നാണ് MK സക്കീർ മത്സരിക്കുന്നത്. സക്കീർ അവിടെ നിന്ന് തോൽക്കണം എന്നാണ് ഞാൻ നിരീക്ഷിക്കുന്നത്. അപ്പം മലപ്പുറത്ത് നിന്ന് 2 പേർ. ഇനി പാലക്കാടാണെങ്കിൽ പാലക്കാട് മണ്ഡലത്തിൽ മത്സരിക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി റസാഖ് എന്ന് പറഞ്ഞൊരു ബിരിയാണി കച്ചവടക്കാരനുണ്ട്. അയാൾക്ക് യാതൊരു അർഹതയുമില്ല. അയാൾ തോറ്റേ മതിയാവും. അയാൾ 3-ാം സ്ഥാനത്ത് വരും എന്നുള്ളത് ഉറപ്പാണ്. എങ്കിലും അയാൾ തോൽക്കേണ്ടതാണ് എന്നുള്ള ഒരു നിരീക്ഷണം ഞാൻ നടത്താൻ ആഗ്രഹിക്കുകയാണ്. ഇനി തൃശ്ശൂർ ജില്ലയിലേക്ക് വന്നാലോ? തൃശ്ശൂർ ജില്ലയിൽ AC മൊയ്തീൻ എന്ന് പറഞ്ഞിട്ടൊരാൾ മത്സരിക്കുന്നുണ്ട്. കുന്നംകുളത്ത് നിന്നാണെന്നാണെല്ലോ കുന്നംകുളത്ത് നിന്നാണെന്നാണെല്ലോ. അയാൾ കരുവന്നൂർ കേസിൽ അയാളുടെ ലക്ഷക്കണക്കിന് രൂപയുടെ സ്വത്ത് മരവിപ്പിച്ചതാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്. അയാൾ അവിടെ നിന്ന് മത്സരിക്കുകയാണ്. അയാൾ കൊല്ലം ജില്ലയിൽ നിന്ന് ആദ്യം തന്നെ തോൽക്കുമെന്ന് വിവരം നമുക്ക് ലഭിക്കേണ്ട സ്ഥാനാർത്ഥി AC മൊയ്തീനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി കോട്ടയത്തേക്ക് വന്നാൽ കോട്ടയത്ത് ഏറ്റവും ആദ്യം തോൽക്കേണ്ട ആൾ VN വാസവനാണ്. ദേവസ്വം മന്ത്രിയായിട്ടുള്ള VN വാസവൻ. അയാളാണ് ഏറ്റവും ആദ്യം തോൽക്കേണ്ടത്. അയാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അയാളാണ് അവിടെ ഏറ്റവും ആദ്യം തോൽക്കേണ്ടത്. ഇനി ആലപ്പുഴ ജില്ലയിലേക്ക് വന്നാലോ? ആലപ്പുഴ ജില്ലയിലേക്ക് വന്നാൽ VN വാസവൻ ആലപ്പുഴയിലേക്ക് ജില്ലയിലേക്ക് വന്ന VN വാസവനല്ല, ചെങ്ങന്നൂർ മത്സരിക്കുന്ന സജി ചെറിയാനാണ് ആലപ്പുഴ ജില്ലയിൽ ഏറ്റവും ആദ്യം തോൽക്കേണ്ട സ്ഥാനാർത്ഥിയായി ഞാൻ വിലയിരുത്തുന്നത്. അയാൾക്കെതിരായിട്ടുള്ള വിമർശനങ്ങൾ ഒന്നും ഞാൻ പറയുന്നില്ല. ഭരണഘടന കുന്തം കുടച്ചക്രം എന്നൊക്കെ വരെ പറയുകയും ചെയ്ത സുധാകരൻ പൊളിറ്റിക്കൽ ക്രിമിനൽ എന്ന് വിശേഷിപ്പിച്ച ആലപ്പുഴ ജില്ലയുടെ പാർട്ടിയുടെ തകർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ ഉത്തരവാദിയായിട്ടുള്ള ആളാണെന്ന് വിലയിരുത്തപ്പെടുന്ന സജി ചെറിയാൻ ശരിക്കും തോക്കേണ്ടതാണ്. അതുപോലെ തന്നെ അമ്പലപ്പുഴയിൽ മത്സരിക്കുന്ന H സലാം ഒരു സംശയവും വേണ്ട, 11-11:30 ആകുമ്പോഴത്തേക്കും അയാൾ തോറ്റു എന്ന് പ്രഖ്യാപിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി എറണാകുളത്തേക്ക് വന്നാൽ എറണാകുളത്തൊരു ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥാനാർത്ഥിയുണ്ട്. അയാൾ വൈപ്പിനിലെ ജനകീയനായിട്ടുള്ള സ്ഥാനാർത്ഥിയാണെന്നാണ് പറയപ്പെടുന്നത്. അയാളെ തൃപ്പൂണിത്തുറയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കാരണം എന്താണെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ഒരു ആരോപണം അയാൾക്കെതിരെ ഉയർന്നു വന്നിരുന്നു. ആരോപണം യഥാർത്ഥത്തിൽ ഉന്നയിച്ചിട്ടുള്ള ആൾ ഞാനായിരുന്നു. എന്തായാലും ഉണ്ണികൃഷ്ണൻ ആലപ്പുഴയിൽ തോൽക്കണം. അതുപോലെ തന്നെ തൃശ്ശൂരിൽ തോൽക്കേണ്ട വേറൊരു സ്ഥാനാർത്ഥിയുണ്ട്. പോളിറ്റ് ബ്യൂറോ അംഗം ആയിട്ടുള്ള A വിജയരാഘവൻ്റെ ഭാര്യയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള R ബിന്ദു അവർ ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് മത്സരിക്കുകയാണ്. അവർ തോൽക്കേണ്ടതാണ്. അവരാണ് തൃശ്ശൂർ ജില്ലയിൽ തോൽക്കേണ്ട 2ാമത്തെ സ്ഥാനം. ഇനി പത്തനംതിട്ട ജില്ലയിലേക്ക് വന്നാൽ ഏറ്റവും ആദ്യം തോൽക്കേണ്ട ആൾ വീണ ജോർജ്. ഇത് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല പത്തനംതിട്ട ജില്ലയിൽ. അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് 11-11 ഏറ്റവും ആദ്യം തോൽക്കേണ്ട വേറൊരു സ്ഥാനാർത്ഥിയാണ് നരാധമനായിട്ടുള്ള KB ഗണേഷ് കുമാർ. അപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് തോൽക്കേണ്ടത് വീണ ജോർജും. ഇനി നമ്മൾ തിരുവനന്തപുരം ജില്ലയിലേക്ക് വന്നാലോ? തിരുവനന്തപുരം ജില്ലയിൽ
ഏറ്റവും ആദ്യം തോൽക്കേണ്ട ആൾ കടകംപള്ളി സുരേന്ദ്രൻ. നേരത്തെ ഞാൻ ഒരു വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കടകംപള്ളി സുരേന്ദ്രൻ ജയിക്കാൻ ഒരർഹതയും ഇല്ലാത്ത സ്ഥാനാർത്ഥിയാണ്. അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിൽ തോൽക്കേണ്ട വേറൊരു സ്ഥാനാർത്ഥിയാണ് വി ജോയ്. വി ജോയും ഒരു കാരണവശാലും തോൽക്കേണ്ട ഒരു സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ നമ്മൾ വടക്കുന്നെടുത്താൽ കണ്ണൂർ ജില്ലയിൽ ടി.ഐ. മധുസൂദനൻ, പി.കെ. ശ്യാമള, കാരായി രാജൻ. കോഴിക്കോട് ജില്ലയിൽ നമ്മളെടുത്താൽ മുഹമ്മദ് റിയാസ്. മലപ്പുറം ജില്ലയിൽ നമ്മളെടുത്താൽ എം.കെ. സക്കീർ, കെ.ടി. ജലീൽ. പാലക്കാട് നമ്മൾ ജില്ലയിൽ എടുത്തു കഴിഞ്ഞാൽ റസാക്ക് എന്ന് പറയുന്ന പാലക്കാട് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി. തൃശ്ശൂർ ജില്ലയിൽ ആർ ബിന്ദുവും എ.സി. മൊയ്തീനും. എറണാകുളത്ത് കെ.എൻ. ഉണ്ണികൃഷ്ണൻ. കോട്ടയത്ത് വി.എൻ. വാസവൻ. പത്തനംതിട്ടയിൽ കെ.പി. ഗണേഷ് കുമാറും വീണ ജോർജും. തിരുവനന്തപുരത്ത് കടകംപള്ളി സുരേന്ദ്രൻ, പിന്നെ വി ജോയ്. ഇത്രയും പേര് തിരഞ്ഞെടുപ്പ് ഫലം വന്ന് ഏതാണ്ട് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ തോൽക്കേണ്ട സ്ഥാനാർത്ഥികളാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബാക്കിയുള്ളവരെല്ലാം അതിന് പിന്നാലെ തോറ്റുകൊള്ളും. എന്നാലും ആദ്യം തോറ്റു എന്ന് നമുക്ക് വിവരം കിട്ടേണ്ട സ്ഥാനാർത്ഥികൾ ഇവരൊക്കെയാണ് എന്നാണ് എനിക്ക് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പത്തെ ഈ വേളയിൽ എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്.